വീടുകളിലെ പ്രസവം സുരക്ഷിതമോ? ഗർഭിണികൾ വീടുകളിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിലും തന്നെ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. എന്തുകൊണ്ടാണ് പ്രസവങ്ങൾ വീട്ടിലെടുക്കേണ്ട സാഹചര്യം വരുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. പ്രസവവേദന പെട്ടെന്ന് തുടങ്ങി വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിപ്പറ്റാൻ സമയവും ഗതാഗത സൗകര്യവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. വയനാട്, ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങൾ, ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രസവവേദന ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളിൽ തന്നെ പ്രസവം നടത്തേണ്ടതായി വരുന്നു. എന്നാൽ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യരംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുവരുന്നു. രണ്ടാമത്തെ കാരണമാണ് ആരോഗ്യ പ്രവർത്തകരെ മനപ്രയാസപ്പെടുന്നത്. മനഃപൂർവ്വമായ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടത്തണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. എന്താകാം ഇതിനു പിന്നിലെ ചേതോവികാരം എന്ന് ആലോചിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന്, പണ്ട് കാലത്തുള്ള ആൾക്കാർ വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം നടത്തിയിരുന്നത്. പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയോ ആദ്യ പ്രസവത്തിൽ എന്തെങ്കിലും അപകടഘട്ടം നേരിടേണ്ടി വന്നാലോ മാത്രമാണ് പ്രസവിക്കാനായി ആശുപത്രി തിരഞ്ഞെടുത്തിരുന്നത്. പണ്ടത്തെ പോലെ വീടുകളിൽ പ്രസവിച്ചാൽ മതിയെന്ന ചിന്ത ചിലരിലും കാണുന്നുണ്ട്. രണ്ട്, വികസിത രാജ്യങ്ങളിൽ ഒക്കെ തന്നെയും വീടുകളിലെ പ്രസവം സർവ്വസാധാരണമാണ്. അവർക്കൊക്കെ കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിതായിക്കൂടാന്ന ചിന്തയാണ് മറ്റൊന്ന്. മൂന്ന്, വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ പ്രസവവേദനയുടെ സമയത്ത് ഗർഭിണികളെ സമാധാനിപ്പിക്കാനായി വേണ്ടപ്പെട്ടവർ അടുത്തുണ്ടല്ലോ എന്ന ചിന്ത. മാത്രമല്ല, ആശുപത്രിയുടെ പോയാൽ അനാവശ്യമായി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമോ എന്ന ഭയം. ഈ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി നമുക്ക് പരിശോധിക്കാം. പണ്ട് കാലത്തെ പ്രസവം വീടുകളായിരുന്നതിനാലും അത്തരത്തിൽ ജനിച്ച എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. അതുപോലെ തന്നെ എത്ര അമ്മമാർ പ്രസവാനന്തരം മരിച്ചിട്ടുണ്ടെന്നതിനും കണക്കില്ല. മരണം നടന്നില്ലെങ്കിൽ തന്നെ ശിഷ്ടജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും രേഖകളൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് 8, 9, 10 കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒന്നോ ഏറിയാൽ 2 കുട്ടികൾ മാത്രമാണുള്ളത്. അതിലൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങൾ പ്രസവം വീട്ടിൽ നടത്തിയിരുന്നതിന്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനമെടുക്കുന്നത് തീർത്തും അഭികാമ്യമല്ല. വികസിത രാജ്യങ്ങൾ വീട്ടിലെ പ്രസവം നടക്കുന്നതിന് കൃത്യമായ പരിശീലനവും പരിജ്ഞാനവും ലഭിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരമൊരു രീതി നിലവിൽ വന്നിട്ടില്ല. വികസിത രാജ്യങ്ങളിൽ പ്രസവവേദന തുടങ്ങിയെന്ന് അറിയിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വീട്ടിലെത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടായാലും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പ്രസവ സമയത്ത് ഒറ്റയ്ക്കായി പോകുമെന്ന ഭയം ഒഴിവാക്കി രോഗിയെ ആശ്വസിപ്പിക്കാനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കൂടി ചേർന്ന് മുന്നോട്ട് വെച്ച ആശയമാണ് ബർത്ത് കമ്പാനിയൻ. ആശുപത്രി ജോലിക്കാർ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കൾ, വേണ്ടപ്പെട്ട മറ്റാളുകൾ എന്നിവരെ തിരഞ്ഞെടുക്കാം. പണ്ടത്തെ കാലത്തെ പോലെ പ്രസവ മുറിയിൽ ആരെയും കയറ്റിവിടില്ല എന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഒക്കെ ബന്ധുക്കളെ കയറ്റുന്നുമുണ്ട്. സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ബർത്ത് കമ്പാനിയൻ സംവിധാനം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് തനിച്ചാകുമെന്ന കാരണത്താൽ പ്രസവം വീട്ടിൽ നടത്തേണ്ടതില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആവശ്യമില്ലാത്ത സിസേറിയൻ ചെയ്യുമെന്നൊരു മിഥ്യാധാരണയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ 1, 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ പ്രസവ സമയത്ത് കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി എന്തെങ്കിലും ഘടകമുണ്ടെങ്കിലോ അമ്മയുടെ ജീവനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമാണ് സിസേറിയൻ എന്നത് സ്വീകരിക്കുക. എന്തുകൊണ്ടാണ് ആശുപത്രിയിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രസവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏതു തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാം. അത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അമിതമായ രക്തസ്രാവം, കുഞ്ഞിനുണ്ടാകുന്ന ഹൃദയമിടിപ്പിലെ വ്യതിയാനം, വിചാരിക്കുന്നതിനും കൂടുതൽ പ്രസവം നീണ്ടുപോകുന്ന ഒക്കെ സാധാരണയായി കണ്ടുവരുന്ന സങ്കീർണതകളാണ്. ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നൈപുണ്യം നേടിയവരും ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും അപകടഘട്ടം തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ കിട്ടില്ല എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാവും രക്തസ്രാവം തുടങ്ങുന്നത്. വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മയുടെ രക്തമെല്ലാം മാർന്നൊഴുകി അമ്മയുടെ ജീവന് തന്നെ അപകടം സംഭവിക്കാം. പ്രസവവേദന തുടങ്ങിയാൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിന്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്ദ്യം സംഭവിക്കാം. ഇത് യഥാസമയം കണ്ടുപിടിച്ച് ഉടനടി പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ശാസ്ത്രം അറിയുന്നവരും അതിനുവേണ്ട ഉപകരണങ്ങളും കൂടെ തന്നെ ഉണ്ടാവണം. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്താലാണ് മാതൃ നവജാത ശിശു മരണ നിരക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് അനാരോഗ്യപരമായ വീടുകളിൽ പ്രസവം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രീതികളുടെ വസ്തുത മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കുക. വീടുകൾ പ്രസവിക്കുക എന്നൊരു ഫാഷൻ തരംഗമാകുമോ എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭയം. പ്രസവം ഏത് സമയത്ത് എന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ സമയത്തും യഥാസമയം അത് വേണ്ട പോലെ നേരിടാനുള്ള സംവിധാനമില്ലെങ്കിൽ അമ്മയോ കുഞ്ഞിനെയോ രണ്ടുപേരെയോ നമുക്ക് നഷ്ടപ്പെടാം. വീട്ടിൽ പ്രസവിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കുന്ന വഴി ഈ അപകടമാണ് നാം വിളിച്ചു വരുത്തുന്നത്. അത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഗർഭിണികൾ വീട്ടിൽ പ്രസവിക്കുന്ന രീതിയിൽ നിന്ന് പിന്തിരിയണം.